കാസർഗോഡ് ജില്ലയിൽ SFI തരംഗം. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജുകളിലേക്ക് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലാകെ SFI വിജയം നേടി. 18 കോളേജുകളിൽ 11ലും SFI ആണ് വിജയിച്ചത്. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ആധികാരികമായ ജയമാണ് SFI നേടുന്നത്. വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ്? അസിത, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ SFI തരംഗം. 18 കോളേജുകളിൽ 11ലും SFI മിന്നുന്ന വിജയം നേടി. ഇതിൽ ഏറ്റവും വലിയ ആധികാരികമായ വിജയം നേടിയത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. 3 വർഷക്കാലം കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് SFI തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലം UDSFന്റെ കീഴിലായിരുന്നു കോളേജ് യൂണിയൻ. ശക്തമായ പോരാട്ടത്തിൽ ഇത്തവണ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് SFIക്ക് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. അടുത്തിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് കേരളത്തിന്റെ ആകെ തന്നെ ശ്രദ്ധ നേടിയതാണ്. വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ ഗവർണർ ആഹ്വാനം ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയ ആ കോളേജാണ്. രാജേന്ദ്ര അർലേക്കറുടെ ആഹ്വാനത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഏറ്റവും ആധികാരികമായ ശക്തമായ വിജയം SFI നേടിയത്. മുന്നാട് പീപ്പിൾസ് കോളേജ്, PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസ്, സെന്റ് പൈസ് കോളേജ് എന്നീ കോളേജുകളിൽ മുഴുവൻ സീറ്റും നേടി SFI അധികാരത്തിൽ വന്നു. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 25ൽ 22ഉം, ഉദുമ ഗവൺമെന്റ് കോളേജിൽ 15ൽ 15ഉം സീറ്റുകൾ നേടി. മഞ്ചേശ്വരം ലോ കോളേജിൽ 11ൽ 6 സീറ്റും കരസ്ഥമാക്കി SFI യൂണിയൻ നേടി. നേരത്തെ എളേരി EK നായനാർ ഗവൺമെന്റ് കോളേജ്, ചീമേനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മടിക്കൈ IHRD കോളേജ്, കരിന്തളം ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ തന്നെ SFI എതിരില്ലാതെ ജയിച്ചിരുന്നു. CK നായർ കോളേജ്, അംബേദ്കർ കോളേജ്, കുമ്പേള, IHRD എന്നിവിടങ്ങളിൽ യൂണിയനിൽ ശക്തമായ പ്രാതിനിധ്യം കൂടി SFI ഉറപ്പാക്കിയിട്ടുണ്ട്. വളരെ ആധികാരികമായ വിജയമാണ് കാസർഗോഡ് ജില്ലയിൽ SFI നേടിയത്. ശരി, സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്.